ഹായ് ഓൾ, വെൽക്കം ടു സൈലം. അപ്പോൾ ഇപ്പോൾ NTPC എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ പറഞ്ഞു, സാർ പുതിയൊരു പാറ്റേൺ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ 2-3 ചോദ്യങ്ങൾ ചില ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള എക്സാമുകളിലും ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ആക്ച്വലി ഇത് പുതിയൊരു പാറ്റേൺ ഒന്നുമല്ല, ഗ്രൂപ്പ് ഡി എക്സാമിലൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഏത് ടോപ്പിക്കിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ കോഡിങ്ങിലാണ്. ആൻഡ് നമുക്കതിനെ കണ്ടീഷണൽ കോഡിംഗ് എന്ന് പറയാം. അതായത് കോഡിംഗ് തന്നെയാണ്, ചില കണ്ടീഷൻസ് വന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നമ്മൾ ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, ഡയറക്റ്റ് ആയിട്ട് ആ ചോദ്യത്തിലോട്ട് പോവാം. റൈറ്റ്, സോ ഈ രീതിയിലാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. സോ നമുക്ക് ചോദ്യം വായിക്കാം. ഇൻ ദിസ് ക്വസ്റ്റ്യൻ എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ഓർ സിംബൽസ് ഈസ് കോഡഡ് യൂസിങ് ലെറ്റേഴ്സ് ആസ് പെർ ദ ടേബിൾ ഗിവൺ ബിലോ. അതായത് തന്നിരിക്കുന്ന നമ്പർ സിംബൽ കോമ്പിനേഷനെ ഇവർ ഓൾറെഡി കോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ടേബിൾ തന്നിട്ട് നമുക്ക് 6 എന്ന് പറയുന്ന നമ്പറിന്റെ കോഡ് ക്യാപിറ്റൽ R ആണ്, 5ന്റെ കോഡ് G ആണ്, 4ന്റെ കോഡ് U ആണ്, 3ന്റെ കോഡ് W ആണ്, അതുപോലെ തന്നെ പെർസെൻറ്റേജിന്റെ കോഡ് K ആണ്, ഹാഷിന്റെ കോഡ് P ആണ്, 8ന്റെ കോഡ് B ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെന്താ തന്നിരിക്കുന്നത്? ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇതാ ഈ പറയുന്ന കോമ്പിനേഷൻ കോഡ് ചെയ്യണം. അതായത് 6ന് നമുക്ക് ക്യാപിറ്റൽ R കൊടുക്കാം, യെസ്, ആ രീതിയിൽ കോഡ് ചെയ്യണം. പക്ഷേ ചുമ്മാ കോഡ് ചെയ്യാൻ പറയല്ല, കുറേ കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ വായിച്ചിട്ട് അതിൽ പറയുന്ന പോലെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ചോദ്യങ്ങളെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ഇഫ്, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണ്ടീഷൻ നോക്കുന്നത്. ഓക്കെ, സോ ഇഫ് ദ ഫസ്റ്റ് എലമെന്റ് ഈസ് എൻ ഓഡ് നമ്പർ. അപ്പൊ നമ്മൾ നോക്കുകയാണ്, ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആദ്യത്തെ നമ്പർ ഓഡ് നമ്പർ ആണോ? ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ് ആണോ? ഒരു ഈവൻ നമ്പർ ആണ് ആണല്ലോ. പിന്നെ ഇത് വായിച്ചിട്ട് കാര്യമില്ല, നമ്മൾ കണ്ടീഷൻ മീറ്റേ ചെയ്തിട്ടില്ല. അപ്പൊ കുറെ പേര് പറഞ്ഞു ഭയങ്കര സമയം എടുക്കുന്നു എന്നാണ്. ഇതിന് സമയമില്ല. കാരണം എന്താ? ഇഫ് ദ ഫസ്റ്റ് എലമെന്റ് ഈസ് എൻ ഓഡ് നമ്പർ ആൻഡ് ദ ലാസ്റ്റ് എലമെന്റ് ഈസ് എൻ ഈവൻ നമ്പർ, ദ കോഡ്സ് ഫോർ ദീസ് ടു, അതായത് ഫസ്റ്റും ലാസ്റ്റിന്റെയും കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ തെറ്റി. ഫസ്റ്റ് എലമെന്റ് ഇവിടെ എന്താണ്? ഈവൻ ആണ്. ഓഡ് ആണെങ്കിലേ നമുക്ക് ബാക്കി കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഡ് അല്ലാത്തത് കൊണ്ട് തന്നെ, ഈവൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കോഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല, മാറ്റേണ്ട കാര്യങ്ങളില്ല. ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ യൂസ് ഇല്ല എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. ഇഫ് സെക്കൻഡ് എലമെന്റ് ഈസ് എ സിമ്പൽ, രണ്ടാമത്തെ എലമെന്റ് സിമ്പൽ ആണോ? ഇതാ രണ്ടാമത്തെ എലമെന്റ് ഹാഷ് ആണ്, സിമ്പൽ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് എലമെന്റ് ഈസ് എൻ ഈവൻ നമ്പർ, ഫസ്റ്റ് എലമെന്റ് ഈവൻ നമ്പർ ആണോ? ഫസ്റ്റ് എലമെന്റ് ഈവൻ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവർ പറയുന്നത്? സി കോഡ്സ് ഫോർ ദീസ് ടു, അതായത് സെക്കൻഡിന്റെയും 5ന്റെയും കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അതായത് സെക്കൻഡിന്റെ കോഡ് നമ്മൾ ഈ ടേബിൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ബട്ട് അതിൽ തന്നെ സെക്കൻഡിന്റെ കോഡ് 5ന് കൊടുക്കണം, 5ന്റെ കോഡ് സെക്കൻഡിന് കൊടുക്കണം. ഇത് ഇവിടെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ശരിയാണ്, ഇത് നമുക്ക് എടുക്കണം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. ഇഫ് ദ തേർഡ് എലമെന്റ് ഈസ് എ നമ്പർ, മൂന്നാമത്തെ എലമെന്റ് നമ്പർ ആണെങ്കിലേ നമ്മൾ കണ്ടീഷൻ നോക്കേണ്ട കാര്യമുള്ളൂ. മൂന്നാമത്തെ എലമെന്റ് സിമ്പൽ ആണ്, സോ നോ യൂസ് ആക്ച്വലി. ബട്ട് എന്നാലും നോക്കാം. ഇഫ് ദ തേർഡ് എലമെന്റ് ഈസ് എ നമ്പർ ആൻഡ് ദ ഫോർത്ത് എലമെന്റ് ഈസ് എ സിമ്പൽ, ബോത്ത് ദീസ് എലമെന്റ്സ്, അതായത് തേർഡും ഫോർത്തും എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ ആർ ടു ബി കോൾഡ് ആസ് വൈ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റല്ല, വൈ ആയിട്ട് കോഡ് ചെയ്യണം. ബട്ട് നമ്മൾ അനാവശ്യമായിട്ട് എന്ത് ചെയ്യേണ്ട, അതൊന്നും വായിച്ച് സമയം കളയണ്ട. ഓൾറെഡി നമുക്കറിയാം തേർഡ് എലമെന്റ് ഒരു നമ്പർ അല്ല, ഒരു സിമ്പൽ ആണ്. സോ ഇതും നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞ കണ്ടീഷൻ ഫോളോ ചെയ്തിട്ട് തന്നിരിക്കുന്ന ലെറ്ററിനെയും സിമ്പലിനെയും ഈ രീതിയിൽ കോഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ ആണ് മെയിൻലി യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ എല്ലാം ഇരുന്ന് കോഡ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുകയല്ല. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ബാക്കി എല്ലാം സെയിം ആയിരിക്കും. രണ്ടാമത്തെ സാധനത്തിന്റെ കോഡ് 5ാമത്തെ സാധനത്തിന്റെ കോഡായിട്ട് കൊടുക്കണം, 5ാമത്തെ എലമെന്റിന്റെ കോഡ് 2ാമത്തെ എലമെന്റിന്റെ കോഡായിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ ആദ്യം 6 ആയതുകൊണ്ട് അത് 1ാമത്തെ എലമെന്റ് ആണ്, അതിനൊരു മാറ്റമില്ല. 6ന്റെ കോഡ് ക്യാപിറ്റൽ R തന്നെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, 6ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആൻസർ. അത്ര ഭാഗ്യമില്ല, ഒറ്റ ഓപ്ഷൻ മാത്രമേ പോയുള്ളൂ. ഓക്കെ, ഒരു ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എന്താ? 2ാമത്തെ എലമെന്റിന്റെ കോഡ് 5ാമത്തതിന് കൊടുക്കണം, 5ാമത്തതിന്റെ കോഡ് വേണം 2ാമത്തതിന് കിട്ടാൻ. അതായത് നമുക്ക് ഇവിടെ നോക്കുക, 5ാമത്തെ എലമെന്റ് അതാ 1, 2,
3 4 5. അഞ്ചാമത്തെ എലമെന്റ് 8 ആണ്. അപ്പോൾ 8ന്റെ കോഡ് വേണം രണ്ടാമത് എഴുതാൻ, അതായത് രണ്ടാമത്തെ എലമെന്റിന് കൊടുക്കാന്നാണ്. സോ 8ന്റെ കോഡ് എന്താണ് ഇവിടെ? 8ന്റെ കോഡ് നമുക്ക് നോക്കിയാൽ അറിയാം ബി ആണ്. സോ രണ്ടാമത്തെ എലമെന്റ് ഇവിടെ എന്തായി മാറി? ബി ആയിട്ട് മാറി അല്ലെ. അപ്പൊ ആർ ബി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പൊ എന്തായാലും എന്തല്ല, ഇത് ആൻസർ അല്ല എന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മൂന്നാമത്തെ എലമെന്റ് നോക്കുകയാണ്. മൂന്നാമത്തെ എലമെന്റ് ഇവിടെ എന്താ? പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ എന്താ മോഡൽസ് എന്ന് പറയാം അല്ലെ. പെർസെൻറ്റേജ് ആണ്. മൂന്നാമത്തേന് ഒരു മാറ്റമില്ല, ആ ടേബിൾ പ്രകാരം തന്നെ കോഡ് ചെയ്താൽ മതി. മൂന്നാമത്തെ ഇവിടെ എന്താ? കെ ആണ്. മൂന്നാമത്തെ പെർസെൻറ്റേജിന്റെ കോഡ് കെ ആണ്. അപ്പൊ മൂന്നാമത്തെ എലമെന്റ് കെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഒരിക്കലും ഡി പിന്നെ ആവുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ കണ്ടീഷണൽ ബേസ്ഡ് കോഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? തന്നിരിക്കുന്ന ടേബിൾ പ്രകാരം കോഡ് ചെയ്യണം. ബട്ട് കണ്ടീഷൻസ് എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കോഡ് ചെയ്യാനായിട്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ എന്തായാലും ഇതുപോലെ 2-3 ചോദ്യങ്ങൾ ഇനിയുള്ള ഷിഫ്റ്റുകളിൽ വരാം. സോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ചോദ്യങ്ങൾ നമ്മൾ നേരിടുക. ഓക്കെ അല്ലേ? റൈറ്റ്. സോ നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്. അപ്പോൾ സെയിം ഫോമാറ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് ദ ഫസ്റ്റ് എലമെന്റ് ഇസ് എ സിമ്പിൾ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഫസ്റ്റ് എലമെന്റ് സിമ്പലും ലാസ്റ്റ് നമ്പറും ആണ്. അപ്പൊ ഇത് കറക്റ്റ്, ഇത് നമുക്ക് എടുക്കണം അല്ലെ. ഇഫ് ദ ഫസ്റ്റ് എലമെന്റ് ഈസ് എൻ ഓഡ് നമ്പർ ആൻഡ് ദ ലാസ്റ്റ് ഈസ് എൻ ഈവൻ നമ്പർ. ഫസ്റ്റ് എലമെന്റ് ഓഡ് ആണോ? അല്ല. പ്ലസും ലാസ്റ്റ് ഈവൻ ആവട്ടെ, കാര്യമില്ല, രണ്ടും മീറ്റ് ചെയ്യണം. അപ്പൊ ഇതെന്തായാലും എടുത്തിട്ട് കാര്യമില്ല. ഇനി മൂന്നാമത്തെ എടുക്കാം. ഇഫ് ബോത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് എലമെന്റ്സ് ആർ പെർഫെക്റ്റ് സ്ക്വയർ. രണ്ടാമത്തെയും അതുപോലെ തന്നെ എന്താ? ഇഫ് ബോത്ത് സെക്കൻഡ് ആൻഡ് തേർഡ്, 2, 3 പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ നമ്പർ ആയിരിക്കണം. അതായത് എന്തൊക്കെയാണ്? 1 അല്ലെങ്കിൽ 4 9. അതായത് ഏതൊക്കെയാ? 2 3 2 ഹാഷും 3 7 സ്ക്വയർ അല്ല, ഒന്ന് വെറും സിമ്പലാ. അപ്പൊ ഇതും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ചോദ്യത്തെ കോഡ് ചെയ്യണം. അതായത് പ്ലസ് ഹാഷ് 7 അതുപോലെ ആംപർസാൻഡ് R എന്നുള്ളതിനെ നമുക്ക് കോഡ് ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം. അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് ദ ഫസ്റ്റ് എലമെന്റ് ഈസ് എ സിമ്പൽ ആൻഡ് ദ ലാസ്റ്റ് ഈസ് എ നമ്പർ, ദ കോഡ്സ് ഫോർ ദീസ് ടു. അതായത് ഫസ്റ്റും ലാസ്റ്റും എന്ത് ചെയ്യാനാ പറയുന്നത്? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെന്റ് ഇന്റർചേഞ്ച് ചെയ്യണം. അതായത് ആദ്യത്തെ സാധനത്തിന്റെ കോഡ് അവസാനം കൊടുക്കുക, അവസാനത്തിന്റെ കോഡ് ആദ്യം കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ അവസാനമുള്ളത് 6 ആണ്. അപ്പൊ 6ന്റെ കോഡ് എസ് ആയിരിക്കണം ആദ്യം ഉണ്ടാവട്ടെ അല്ലെ. എസ്സിൽ തുടങ്ങണം. കാരണം അവസാനമുള്ളതിന്റെ കോഡ് ആദ്യം എഴുതണം, ആദ്യമുള്ള എലമെന്റിന്റെ കോഡ് അവസാനം എഴുതണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അവസാനമുള്ളത് എന്താണ്? 6 ആണ്. അപ്പൊ 6ന്റെ കോഡ് എസ് ആണ്. എസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, വിച്ച് മീൻസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സി, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതുള്ളൂ അല്ലെ. അപ്പോൾ 2-3 ചോദ്യങ്ങൾ വന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ഓപ്ഷൻ നോക്കാതെ കംപ്ലീറ്റ് ആയിട്ടും അതിനെ കോഡ് ചെയ്ത് ദെൻ ഓപ്ഷൻ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ സമയം കളയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും പറയുന്നത് സമയം തികയുന്നില്ല എന്ന് തന്നെയാണ് അല്ലെ. നമ്മൾ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും. കാരണം പ്രോപ്പറായിട്ട് ഒരു ചോദ്യം ഡിമാൻഡ് ചെയ്യുന്ന ടൈമിലേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിനെ സോൾവ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഇതിന് ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ എത്ര സമയം മതി. സോ ആ രീതിയിൽ തന്നെ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് ഇനി വരുന്ന ഷിഫ്റ്റുകളിൽ എക്സാമുകൾ എല്ലാവരും തൂക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാണ്. അപ്പോൾ എല്ലാവരും ഈ ചോദ്യത്തിന്റെ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? റൈറ്റ്. സോ മാത്രമല്ല, ഇപ്പോൾ NTPC എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ CGL അല്ലെ, CGL എക്സാം വരികയാണ്. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എന്ത് പ്ലാൻ ചെയ്യണം എന്ന് ഉള്ള തോട്ടിലിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായി നമ്മൾ CGL സെലക്ഷൻ ബാച്ചും അതുപോലെ തന്നെ CGL മാസ്റ്റർ ബാച്ചും അതുപോലെ തന്നെ PYQ ബാച്ചും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഈ നമ്പറിലോട്ട്. അപ്പോൾ ഏത് ബാച്ചിലോട്ടാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത് ആ ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ പ്ലീസ് ഡു. സോ ബൈ ബൈ, ടേക്ക് കെയർ.